പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രൂപാന്തരീകരണം കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് ആരാണ്? അപ്പോസ്തലന്മാർ. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് ആരാ? ഈശോയാണ് ചോദിച്ചത്. ഇത് രണ്ടും വീട്ടിൽ വെച്ച് സംഭവിക്കുന്നത്. ഈ രണ്ട് ചോദ്യങ്ങളും വീട്ടിൽ വെച്ച് സംഭവിക്കുന്നത്. വീട്ടിൽ വെച്ച് വഴിയിൽ വെച്ചും ഉള്ള സംസാരങ്ങൾ രണ്ട് വിഷയമായിരിക്കും എപ്പോഴും. കർത്താവ് ചോദിച്ചതെന്നറിയാവോ? എന്താണ് നിങ്ങൾ വഴിയിൽ വെച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്? വീട്ടിലെത്തിയപ്പോൾ കർത്താവ് ചോദിച്ചതാണ്. ഇതാണ് കർത്താവിൻ്റെ ചോദ്യം. ആദ്യത്തെ ചോദ്യം എന്താണ്? അപ്പോസ്തലന്മാർ ഈശോയോട് ചോദിച്ച ചോദ്യം. എന്താണ് ആ ചോദ്യം? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പിശാചിനെ ബഹിഷ്കരിക്കാൻ കഴിയാതിരുന്നത്? അതിന് ഈശോ ഉത്തരം പറഞ്ഞു. വീണ്ടും ഈശോ ഒരു ചോദ്യം ചോദിക്കും. എന്താണ് ചോദ്യം? എന്താണ് നിങ്ങൾ വഴിയിൽ വെച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ അവർ മിണ്ടിയില്ല. കാര്യം എന്താണ്? വഴിയിൽ വെച്ചൊക്കെ സംസാരിക്കുന്ന കാര്യം മിണ്ടാൻ കൊള്ളാത്ത കാര്യമായിരിക്കും. ദൈവത്തോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അത് മിക്കവാറും മനുഷ്യൻ വീട്ടിൽ വെച്ച് സംസാരിക്കണമല്ല, വഴിയിൽ വെച്ച് പുറമ്പോക്കിൽ വെച്ച് സംസാരിക്കണതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പുറമ്പോക്കിലും പെരുവഴികളിലും നമ്മുടെ പെരുമാറ്റങ്ങളും സംസാരങ്ങളും നോൻപ് കാലത്ത് വിവേചിക്കേണ്ടതാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ ചൈതന്യം നിറയട്ടെ. ഈശോയെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീരാവ്യാധിയിൽ കഴിയുന്നവരും സങ്കടത്തിൽ കഴിയുന്നവരും ദുരിതത്തിൽ കഴിയുന്നവരും ആശീർവദിക്കണമേ. യേശുവേ, യേശുവേ. കരങ്ങൾ തുറന്നു പിടിച്ച് കൈകൾ തുറന്നു പിടിച്ച് തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 9:33 ചോദ്യം ഉള്ളത്. രൂപാന്തരീകരണത്തിന് ശേഷമുള്ള ചോദ്യങ്ങളാണിതെല്ലാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രൂപാന്തരീകരണത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചോദ്യങ്ങളെല്ലാം വരുന്നത്. നോൻപ് കാലം രൂപാന്തരീകരണത്തിൻ്റെ കാലമാണ്. രൂപാന്തരീകരണത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് രണ്ട് ചോദ്യങ്ങൾ ആവിർഭവിക്കുന്നത്. ഒന്ന് മനുഷ്യൻ്റെ സൈഡിൽ നിന്നൊരു ചോദ്യം വരും, ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് വേറൊരു ചോദ്യം വരും. ഇനിയുള്ള ഉത്തരങ്ങളെല്ലാം ഈ ചോദ്യത്തെ ബേസ് ചെയ്ത് പോകും. എന്താണ് ഈശോ ചോദിക്കുന്ന ചോദ്യം? നിങ്ങൾ വഴിയിൽ വെച്ച് എന്താണ് സംസാരിച്ചത്? 9:33 മർക്കോസിൻ്റെ സുവിശേഷം. വഴിയിൽ വെച്ച് അവൻ വീട്ടിലായിരുന്നപ്പോൾ ചോദിച്ചു, വഴിയിൽ വെച്ച് നിങ്ങൾ എന്താണ് സംസാരിച്ചത്? മർക്കോസ് ഭയങ്കര രസമാണ്, ഉപയോഗിക്കുന്ന വാക്കൊക്കെ ഇങ്ങനെ അളന്ന്. വഴിയിൽ വെച്ച് അവൻ സംസാരിക്കുന്നില്ല. അവർ വീട്ടിലായിരുന്നപ്പോൾ സ്വകാര്യമായി ചോദിച്ചതാണ്. എന്താണ് ചോദിച്ചത്? അത് അവരുടെ സ്വകാര്യ ആധ്യാത്മികതയുടെ ഭാഗമാണ്.
നമ്മുടെ സ്വകാര്യമായ ആധ്യാത്മികതയ്ക്കൊരു സ്വകാര്യതയുണ്ട്. ഈ സ്വകാര്യത ആധ്യാത്മികത ഭാഗമായി ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ വഴിയിൽ എന്താ പരിപാടിയാണ് കാണിക്കണമെന്ന്. നിങ്ങൾക്ക് വീടുണ്ട്, വഴിയുണ്ട്. വിശ്വാസിയുടെ വഴികളിൽ എന്താണ് നിങ്ങളെ കാണിക്കണത്? അപ്പോൾ അവർ മിണ്ടിയില്ല. കാര്യം പറയാൻ കൊള്ളാത്ത കാര്യമാണ് കാണിക്കണത്. കർത്താവിൻ്റെവനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാണിക്കുന്നത്. അവർ പെരുവഴി ഈ യൂറോപ്യൻസൊക്കെ ചെയ്യണ പോലെ വ്യഭിചാരം ചെയ്ത പരിപാടിയൊന്നുമല്ല. അവർ വേറെ കുഴപ്പമൊന്നും കാണിച്ചില്ല. അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, തങ്ങളിൽ ആരാണ് വലുത് എന്നത്രയേ ഉള്ളൂ പ്രശ്നം. പക്ഷെ അത് കർത്താവിനത് വലിയ വിഷയമായിപ്പോയി. 9:33 ചോദ്യം ഇതാണ്. ഇത് ആധ്യാത്മിക ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ പാലിലെ പുഴു പോലെയുള്ള ഒരു പരിപാടിയാണിത്. എന്താണ് പാലിലെ പുഴുവിൻ്റെ ഗുണം എന്താ? അതിൻ്റെ രീതി എന്താ? നമ്മൾ എത്ര നോക്കിയാൽ ഈ പണ്ടാരത്തിനെ കാണാൻ പറ്റത്തില്ല. പാലിൻ്റെ നിറം തന്നെയായിരിക്കും. കണ്ണ് പോലും വെള്ള നിറത്തിയിരിക്കും. പിന്നെ എങ്ങനെ പുഴുവിനെ കാണുന്നത്? ഇതുകൊണ്ട് ഉന്നതങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ശക്തി നമ്മുടെ ആധ്യാത്മിക ഉയർച്ചയിലും നമുക്ക് കാണാൻ പാടില്ലാത്ത ഒരു ഭാഗം ഉണ്ടാകും, ദൈവത്തോട് പറയാൻ പാടില്ലാത്തതായിട്ട്. ഇതാണ് ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെയും ഒരു അൾട്ടിമേറ്റ് എയിം. കാണാൻ പാടില്ലാത്ത ഒരു വിഷയത്തെ, ദൈവത്തോട് പോലും പറയാൻ പാടില്ലാത്തൊരു വിഷയത്തെ കണ്ടുപിടിക്കുവാനും അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു സമയമാണ് നോൻപ് കാലം. ശ്രുതികട ഹല്ലേലൂയ. ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നോൻപിന്റെ ശക്തിയാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ മഹത്വം. കരങ്ങൾ ഉയർത്തി കൈകൾ വീശി യേശുവേ ആരാധിക്കാം. ഈ ഉപവാസവും കുടുംബസമാധാനവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. നോൻപും കുടുംബസമാധാനവും തമ്മിൽ പല കുടുംബങ്ങളിലും സമാധാനക്കുറവല്ലേ? മക്കൾ മൂലം ചിലപ്പോൾ ഉണ്ടാകാം. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ കശപിശം ഉണ്ടാകാം. അല്ലെങ്കിൽ നാത്തും പോരും അമ്മായിയമ്മ പോരും ഉണ്ടാകാം. അയൽവാസികൾ തമ്മിൽ കുടിപ്പക കൂടോത്രപ്പക ഉണ്ടാകാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മുടെ ജീവിതം കലുഷിതമാകുമ്പോഴേ എങ്ങനെയാണ് ഉപവാസം അതിനെ സഹായിക്കുന്നത്? കാര്യം എല്ലാത്തിൻ്റെ പിന്നിൽ ഒരൊറ്റ വിഷയമായിരിക്കും. എന്താണ്? വഴിയിൽ വെച്ച് നിങ്ങൾ സംസാരിക്കുന്നത്. ദൈവത്തോട് പറയാൻ പറ്റാത്തതായി നിങ്ങൾ തമ്മിൽ കൈകാര്യം ചെയ്ത വിഷയങ്ങൾ എന്താണ്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ദൈവത്തോട് പറയാൻ പറ്റാത്തതായി നിങ്ങൾ തമ്മിൽ കൈകാര്യം ചെയ്ത വിഷയം എന്താണ്? ചോദ്യം വീണ്ടും വരുന്നുണ്ട്. ദൈവത്തോട് പറയാൻ പറ്റാത്തതായി നിങ്ങൾ തമ്മിൽ കൈകാര്യം ചെയ്യുന്ന വല്ല പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് എഴുതിയിടേണ്ടതാണ്. ഉപവാസകാലത്ത്, നോൻപ് കാലത്ത് എഴുതിയിടണം അത്. അതായത് ദൈവത്തോട് പറയാൻ പറ്റാത്തതായി മനുഷ്യർ തമ്മിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് എഴുതിയിടണം. അത് ദൈവത്തോട് പറയാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ കുമ്പസാരത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, കുമ്പസാരത്തിൽ ഇരുന്ന് കുമ്പസാരം കേൾക്കുമ്പോഴത്തേക്കറിയാം ഇത് മറച്ചു വെച്ചുള്ള കുമ്പസാരമാണ്, കള്ളക്കുമ്പസാരമാണെന്ന് നമുക്കറിയാൻ പറ്റും. എനിക്ക് നല്ല മൂടാണെങ്കിൽ ഞാൻ അവരെ പായിക്കും അപ്പം തന്നെ. കാര്യം ദൈവത്തിന് അങ്ങനെ പരീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവരാരും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളെ കുമ്പസാരിപ്പിക്കണില്ലല്ലോ. അതൊരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ആഗ്രഹമല്ലേ. അപ്പോൾ എന്തിനാണ് ഈ പകുതി കുമ്പസാരം നടത്തുന്നത്? പകുതി കുമ്പസാരം നടത്തുന്നത് എന്തിനാണ്? അപ്പം ദൈവത്തോട് പറയാൻ പറ്റാത്ത എന്തോ കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതൊക്കെയാണ് കുമ്പസാരക്കൂട്ടി പറയാതിരിക്കുന്നത്. ഒന്നും ആത്മശോധന ചെയ്യണം, നല്ലതാണ്. കർത്താവ് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തോട് പറയണമെന്നാണ് ഈശോ പറയണത്. അല്ലെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ
വഴിയിൽ വെച്ച് പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, വീട്ടിൽ ഇരുന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തോട് പറയാനുള്ളതാണ്. പറഞ്ഞ മനസ്സിലായ? കുമ്പസാരത്തിൽ ആരും പാപത്തെ റിസർവ് ചെയ്യരുത്. പാപത്തിന് സംവരണമില്ല. വീട്ടിൽ വെച്ച് പറയാവുന്ന പാപങ്ങളും വഴിയിൽ വെച്ച് പറയാവുന്ന പാപങ്ങളും അത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പറയാൻ പാടില്ല, പാടുണ്ട് എന്ന് പറയുന്ന വിവേചനമില്ല. എല്ലാം പറയേണ്ടതാണെന്ന്. എൻ്റെ പേര് ജാൻസി, ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ്, മോൾ അഞ്ജു. ഞങ്ങൾ പാലാരിവട്ടം ഇടവകയിൽ നിന്നാണ് വരുന്നത്. 11ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 18:27 എന്ന തിരുവചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ തിരുക്കുമാരൻ എൻ്റെയും എൻ്റെ കുടുംബത്തിനും നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. 2019 എൻ്റെ മകൾ അഞ്ജു BEd പാസ്സായി. ആ സമയത്ത് തന്നെ ടെറ്റ്, നെറ്റ്, സെറ്റ് എന്നീ എലിജിബിലിറ്റി ടെസ്റ്റുകൾ പല പ്രാവശ്യം എഴുതി. 1ഉം 2ഉം മാർക്കിന് അവൾ ഫെയിലായി. അത് ഞങ്ങളെയും അവളെയും മാനസികമായി വളരെയധികം വിഷമിപ്പിച്ചു. MSc BEd ഉണ്ടെങ്കിലും എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകാതെ ഒരു സ്ഥലത്തും ജോലി കിട്ടില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കാതെ തന്നെ പല പ്രാവശ്യം അമ്മയുടെ അടുക്കൽ വന്ന് എന്ത് ചെയ്യും അമ്മ എന്ന് ചോദിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവളുടെ ഒരു മിസ്സ് പറഞ്ഞു, നിങ്ങൾ MPhilന് അപ്ലൈ ചെയ്യുന്നു. അവൾ MPhilന് പല യൂണിവേഴ്സിറ്റികളിലും അപ്ലൈ ചെയ്തു. അപ്പോൾ കോയമ്പത്തൂരിലെ ഒരു പ്രശസ്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവൾക്ക് ടെസ്റ്റിന് വിളിക്കുകയും ദൈവാനുഗ്രഹത്താൽ അവൾ ആ ടെസ്റ്റും ഇൻ്റർവ്യൂവും പാസ്സാവുകയും ചെയ്തു. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു ഗൈഡിനെ കിട്ടുകയും ആ ഗൈഡ് പറഞ്ഞു, PhDക്ക് ഒരു സീറ്റ് ഒഴിവുണ്ട്, മോൾക്ക് മാർക്കുള്ളതിനാൽ, ദൈവാനുഗ്രഹത്താൽ മാർക്കുള്ളതിനാൽ PhDക്ക് നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ ചേർന്നോളാൻ പറഞ്ഞു. അമ്മ തിരുക്കുമാരിൽ നിന്ന് വാങ്ങിത്തന്ന അനുഗ്രഹമല്ലേ എന്നും പറഞ്ഞ് അവൾ PhDക്ക് ജോയിൻ ചെയ്തു. അതിനുശേഷം കൊറോണ ആരംഭിച്ചു. 1.5 വർഷക്കാലം ലാബ് ഉപയോഗിക്കേണ്ടത് കൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു ഇവൾ. ഒരു വർക്കുകളും മുന്നോട്ട് നടന്നില്ല. അതിനുശേഷം ലാബ് വർക്കുകൾ കോളേജിൽ പോയി തുടങ്ങി. എന്നും കരച്ചിലായിരുന്നു. അവൾ ചെന്ന സമയത്ത് അവളുടെ 3 കൂട്ടുകാർ, അവളുടെ കൂടെ അഡ്മിഷൻ ഇടുന്ന 3 കുട്ടികളും ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്നും വിളിച്ച് കരച്ചിൽ, ഞാൻ ഇതിൽ ചേരുന്നില്ല, എനിക്ക് പറ്റണില്ല. ഓരോ ദിവസവും ഓരോ പേപ്പറുകൾ ഹാർഡാണ്, ഒരു പേപ്പർ പോലും സബ്മിറ്റ് ചെയ്യാനുള്ള മെറിറ്റ് എനിക്കില്ല അമ്മ എന്നും പറഞ്ഞ് വളരെയധികം സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന് 2022 മെയ് 6-ാം തീയതി ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ച് 2ാമത്തെ പുതുക്കലായപ്പോൾ തന്നെ അവൾക്ക് പല പ്രാവശ്യം റിജക്ഷൻ വന്ന 2 പ്രോജക്റ്റുകൾ ഒരുമിച്ച് അക്സെപ്റ്റ് ആവുകയും സ്റ്റൈഫൻഡോടുകൂടി അവൾക്ക് അവളുടെ ലാബ് വർക്കുകൾ കണ്ടിന്യൂ ചെയ്യാൻ പരിശുദ്ധ അമ്മ തിരുക്കുമാരിൽ നിന്നും അനുഗ്രഹം വാങ്ങിത്തന്നു. പിന്നീടും ഓരോ പ്രാവശ്യവും പല പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തെങ്കിലും ഒരു പബ്ലിക്കേഷന് വേണ്ടി അവളൊരു പേപ്പർ 12 പ്രാവശ്യം സബ്മിറ്റ് ചെയ്തു. 12 പ്രാവശ്യവും റിജക്ഷനായി. അപ്പോഴും ഞാനിവിടെ വന്ന് അച്ഛൻ പറയണ പോലെ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം 13ാമത് അവൾ സബ്മിറ്റ് ചെയ്ത പേപ്പർ പബ്ലിഷ് ആവുകയും അവൾക്ക് അതിലോടുകൂടി അവൾക്ക് അവളുടെ തിസീസ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. എൻ്റെ 9ാമത്തെ പുതുക്കലിന് ശേഷം അവൾക്ക് തിസീസ് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം നമ്മളുടെ ജോസഫ് അച്ഛൻ ഒരു ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു, 44 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഒരു കാര്യം സാധിക്കും, പ്രാർത്ഥിച്ചോളാം. ഞങ്ങൾ കുടുംബമായി ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 44 ദിവസം തികയുന്നതിന് മുമ്പ് വളരെ നല്ല ഒരു വൈവ റിപ്പോർട്ട് അവൾക്ക് കിട്ടുകയും ഈ മാസം ഒക്ടോബർ 10-ാം തീയതി അവളുടെ വൈവ നടത്തുകയും അവൾക്ക് PhD ഡിഗ്രി അവാർഡാവുകയും ചെയ്തു. 0 മെറിറ്റിലായിരുന്നു എൻ്റെ മകൾ. ഒന്നും അവൾക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നും കരച്ചിൽ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാത്രം. അതുപോലെ അവൾ ഉടമ്പടി വസ്തുക്കൾ, ഞാനിവിടെ നിന്ന്
പേപ്പർ വാങ്ങിച്ച് അവൾക്ക് കൊടുത്തു. അതുപോലെ ഉടമ്പടി വസ്തുക്കൾ, കാശുരൂപം, തേന്, തൈല്, ഉപ്പ്, ഇതൊക്കെ അവൾ എല്ലാ ദിവസവും ഉപയോഗിച്ചു. അവൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ ആ സാറിൻ്റെ അടുത്തും കൊണ്ടുപോയി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. ഇതിൻ്റെയൊക്കെ ഫലമായി 0 മെറിറ്റിലായിരുന്ന മകൾക്ക് അമ്മ PhD ഡിഗ്രി തിരുക്കുമാരിൽ നിന്നും വാങ്ങിച്ചു കൊടുത്തു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ രോഗസൗഖ്യങ്ങൾ. എൻ്റെ ഹസ്ബൻഡിന് 40 വർഷത്തോളമായിരുന്ന അലർജി രോഗം. രാവിലെ എഴുന്നേറ്റാൽ എപ്പോഴും തുമ്മലാണ്. വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, ഞാൻ പറയാതെ തന്നെ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വളരെയധികം വ്യത്യാസം വന്നു. ഇപ്പം സാധാരണ എന്തെങ്കിലും ജലദോഷം വരികയാണെങ്കിൽ അതുപോലെ മാത്രമേ ഉള്ളൂ. അമ്മ മാതാവ് ഒത്തിരിയും സംരക്ഷണം നൽകി അനുഗ്രഹിച്ചു. അതുപോലെ 25 വർഷമായിരുന്ന എൻ്റെ സൈനസൈറ്റിസ് രോഗം, അതുപോലെ എൻ്റെ ദേഹം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി കറുത്ത കളറ് പോലെ വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബയോപ്സി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ ഉപ്പും തൈലവും ഉപയോഗിച്ച് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒറ്റ ഒരു പ്രാവശ്യം തേച്ചു. അത് പിന്നീട് ഒരിക്കലും ആ കുരുക്കൾ വരാൻ ഇടയായില്ല. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയണം. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്ത് 1980 ഞങ്ങൾക്ക് കിട്ടിയ ഒരു ആധാരം, ഒരു നിലത്തിൻ്റെ ആധാരമായിരുന്നു. 45 വർഷമായിട്ടും ആ ആധാരം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അച്ഛൻ്റെ ഡോക്യുമെൻ്റ് പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ആകെ ഉണ്ടായിരുന്നത് നിലത്തിന് കരം കെട്ടുന്ന ഒരു രസീത് മാത്രമായിരുന്നു. ഞാൻ ആ രസീത് വെച്ച് പ്രാർത്ഥിച്ചു. അമ്മേ, വേറെ ഒന്നുമില്ല, അപ്പൂപ്പന്മാരായിട്ട് തന്നിരുന്ന ഒരു ആധാരമാണ്, അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ചയ്ക്കകം കുറേ പേപ്പറുകളുടെ ഇടയിൽ നിന്നും ആ ആധാരം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധ ഉപ്പും തൈലും തേനും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ഇവിടെ നിന്നും പേപ്പർ വാങ്ങിച്ച് ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ആശുപത്രികൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, കടകൾ, അതുപോലെ ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളുകളിലെ കുട്ടികൾക്കും അവിടുത്തെ അധ്യാപകർക്കും എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അതുപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഉപ്പും തേനും കൊടുത്ത് അവരെ പരീക്ഷയിൽ സഹായിച്ചിട്ടുണ്ട്. ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി തലേ ദിവസം തന്നെ എക്സാം ഹാളിൽ പോയി ഉപ്പ് വിതറി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വളരെ നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡിൽ പോയി അവരെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട സഹായവും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്ത് കരുണാനിലയം, അഗതികളുടെ ഒരു ഹോം, അവിടെയൊക്കെ പോയി അവിടുത്തെ രോഗികളെ കാണുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്നത് പോലെയുള്ള സഹായം ചെയ്തിട്ടുണ്ട്. പൊതിച്ചോറ് കെട്ടി വിതരണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ. പിന്നെ അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ കൂടും, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, ജോമോൾ സിസ്റ്ററിൻ്റെ ലിവിങ് ഓറക്കിൾസ് കാണും, വിജയകുമാർ സാറിൻ്റെ ടോക്കുകൾ കേൾക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ദിവസവും ഒരു മുടക്കവും ഇല്ലാതെ കൂടാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ചെയ്ത പ്രവർത്തനങ്ങൾ. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെയും 0 മെറിറ്റിലായിരുന്ന എൻ്റെ മകൾക്ക് ഈ ഒരു ഡിഗ്രി തന്ന അമ്മ മാതാവ് തിരുക്കുമാരനും വാങ്ങിത്തന്ന ഈ അനുഗ്രഹത്തിന് 1000 നന്ദികൾ സമർപ്പിച്ചുകൊള്ളുന്നു. മാതാവ് വഴി ഈശോ തന്ന നിരവധി അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു. അമ്മ പറഞ്ഞതുപോലെ 2019 ഞാൻ കോയമ്പത്തൂരിലെ ഒരു പ്രമുഖ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ജോയിൻ ചെയ്യുകയും അവിടെ അഡ്മിഷൻ എടുത്ത് ആദ്യം ഞാൻ പോയി അന്വേഷിച്ചത് ദൈവത്തിൻ്റെ കത്തോലിക്ക തിരുസഭയുടെ ഒരു പള്ളി ഉണ്ടോയെന്നാണ്. അവിടെ പോയി CMI അച്ഛന്മാരുടെ ഒരു മിഷൻ സെൻറ്ററും അതുപോലെ തന്നെ കൊമേന്തിയും അടുത്തുണ്ടായിരുന്നു. അതിലൂടെ ആത്മീയമായി എനിക്ക് കുറേ വളർച്ച അനുഭവപ്പെടുകയും ചെയ്തു.
2019 തൊട്ട് 2021 വരെയും കൊറോണ കാലഘട്ടം എനിക്ക് പോയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാണ്ട് വന്ന സമയത്ത് ഞാനിവിടെ ഇരുന്ന് വളരെയധികം ബുദ്ധിമുട്ടി. തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ കൂടെയുള്ള ബാച്ച് മേറ്റ്സും ജൂനിയേഴ്സായിട്ടുള്ള അഡ്മിഷൻ എടുത്തവരും എല്ലാവരും ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എൻ്റെ സീനിയേഴ്സ് പറഞ്ഞു, നമ്മൾ സയൻസ് ഫീൽഡാണ്, സയൻസ് ഫീൽഡ് ഉള്ളവർക്ക് പ്രോജക്റ്റ് സാങ്ഷൻ ആകണം, ഫെലോഷിപ്പും ഫണ്ടിങ് ഏജൻസി വേണം, എന്നാലേ ഔട്ട്സോഴ്സിങ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ആകെ തളർന്നു. കാരണം എന്ന് വെച്ചാൽ പ്രപ്പോസൽ എഴുതി റിജക്ഷൻ മാത്രമേ ഉള്ളൂ എനിക്ക്. അങ്ങനെ അമ്മയുടെ ഉടമ്പടി പ്രകാരം പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈശോനോട് പ്രാർത്ഥിച്ചു. അമ്മ കൊണ്ടുവരുന്ന പത്രം, മാതാവിൻ്റെ പത്രം തലേനയുടെ അടിയിൽ ഞാൻ വയ്ക്കും. അങ്ങനെയെങ്കിലും എനിക്ക് നല്ല ബുദ്ധി കിട്ടി നന്നായിട്ട് എഴുതി പ്രപ്പോസൽ എഴുതി ഇതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 പ്രപ്പോസലാണ് എനിക്ക് സാങ്ഷനായി കിട്ടിയത്. DSTയുടെയും പിന്നെ അതേപോലെ തന്നെ UGC SRF വരയ്ക്കും എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് 2025 ഈ വർഷം ഫെബ്രുവരി 14 എനിക്ക് സെക്കൻഡ് DC സബ്മിറ്റ് ചെയ്യുകയും 28 തന്നെ സിനോപ്സിസ് അപ്രൂവ് ആകുകയും ഏപ്രിൽ പാനൽ മെമ്പേഴ്സ് സെലക്ട് ആകുകയും അതുവഴി 3 മാസം കൊണ്ട് എനിക്ക് തീസിസ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ എഴുതാൻ പോണേന്ന് പോലും എനിക്കറിയത്തില്ല. അത്രയേറെ വർക്ക് ചെയ്തതും പ്രോജക്റ്റിൻ്റെയും പബ്ലിക്കേഷൻ്റെയും എല്ലാ വർക്കും ഉണ്ട്. അതെല്ലാം കമ്പൈൻ ചെയ്ത് എഴുതാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഞാൻ രാവിലെ പള്ളിയിൽ പോയിട്ട് വരും, ഇരിക്കും, ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് എന്നെ കൊണ്ട് എഴുതാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. മുന്നോട്ട് പോകാനേ കഴിയുന്നില്ല. പപ്പേനെയും അമ്മേനെയും വീട്ടിൽ വിളിച്ചിട്ട് എപ്പോഴും കരച്ചില്ല, എനിക്കൊന്നും എഴുതാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസത്തിലെ ധ്യാനം കൂടണത്. അതുവഴി ലൈവ് ടെലികാസ്റ്റും കാണും. ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഫുള്ള് മാതാവിൻ്റെ ലുത്തീന, മാതാവിൻ്റെ പാട്ട് ഫുള്ള് ഇങ്ങനെ കേട്ടാണ് ഞാൻ എൻ്റെ തീസിസ് എഴുതി. എങ്ങനെ എഴുതി തീർത്തതെന്ന് എനിക്കറിയത്തില്ല. 3 മാസം കൊണ്ട് ഞാൻ എൻ്റെ തീസിസ് എഴുതി തീർത്തു. ഈ അതുപോലെ തന്നെ സെപ്റ്റംബർ അച്ഛൻ്റെ 44 ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അതിൽ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ ഫാമിലിയും ഞാനും. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ തീസിസ് റിപ്പോർട്ട് വരികയും ആ തീസിസ് നല്ല റിപ്പോർട്ടായി ദൈവം എനിക്ക് തന്നു. അബ്രോഡ് പാനലാണെങ്കിലും ഇന്ത്യൻ പാനൽ മെമ്പേഴ്സ് ആണെങ്കിലും 2 പേരും ഒരു കുറവില്ലാണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കത് തന്നു കിട്ടി. അതുവഴി ഒക്ടോബർ 15 ദിവസത്തിനുള്ളിൽ എനിക്ക് വൈവ നോട്ടിഫിക്കേഷൻ അടിക്കുകയും ഈ മാസം 10 ഒക്ടോബർ 10 എൻ്റെ വൈവ കഴിയുകയും PhD ഡിഗ്രി അവാർഡ് ആകുകയും ചെയ്തു. ദൈവത്തിനും മാതാവിനും 1000 നന്ദിയുണ്ട്. ഞാനല്ല എൻ്റെ തീസിസ് എഴുതിയത്, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എൻ്റെ ജൂനിയേഴ്സ് പറയും, രാവിലെ എഴുന്നേറ്റ് നോക്കിയാലും ആ ലൈറ്റ് അങ്ങനെയുണ്ട്, രാത്രി നോക്കിയാലും ആ ലൈറ്റ് അങ്ങനെ തന്നെയുണ്ട്. ഹോസ്റ്റൽ മുറിയിൽ കയറുന്ന എല്ലാവരും പറയണത് കേൾക്കും, ഫുള്ള് രാപ്പകൽ അധ്വാനിച്ചിരുന്ന് എഴുതണം. പക്ഷേ ഞാനൊന്നും എഴുതണില്ല, എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ എഴുതിയെന്ന്. അത് ദൈവം തന്ന അനുഗ്രഹം മാത്രമാണ്. ഞാൻ എൻ്റെ കസിൻസിനോടും റിലേറ്റീവ്സിനൊക്കെ വിളിച്ച് ഞാൻ പറയും, പ്രാർത്ഥിക്കണം, മാതാവിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ദൈവം തന്ന അനുഗ്രഹം മാത്രമാണ് എനിക്കിത്. ഇതാണ് മാതാവും യേശുവും എന്നെക്കൊണ്ട് എഴുതിപ്പിച്ച തീസിസ്. എനിക്കറിയത്തില്ല ഇത്രയും പേജസ് ഞാൻ എങ്ങനെ എഴുതി തീർത്തതെന്ന്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അഞ്ജു ജോജോ. ഞാൻ സെൻറ്റ് ജോർജ് കോതമംഗലം കത്തീഡ്രൽ ഇടവകമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 ഞാൻ അന്ന് വെച്ച 2 നിയോഗങ്ങളിൽ ഒന്ന് എൻ്റെ കാലുവേദന മാറാനും, രണ്ടാമത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ വിവാഹം നടക്കാനായിരുന്നു. എൻ്റെ വിവാഹം നടന്നു. ഞാൻ വിവാഹ സമയത്ത് ഞാൻ ഹിന്ദു ആയിരുന്നു. പിന്നീട് ഞാൻ മാമോദിസ സ്വീകരിച്ച് ഈ രീതിയിലേക്ക് ജീവിച്ചു പോന്നു. എനിക്ക് രണ്ട് കുട്ടികളായി. ആദ്യത്തെ കുട്ടിയുണ്ടായ സമയത്ത് എനിക്ക് ഫിറ്റ്സ് വന്നായിരുന്നു. 2012 മുതൽ ഞാൻ ഫിറ്റ്സിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഫിറ്റ്സ് വന്നപ്പോൾ വളരെയധികം ഡേഞ്ചറസ് ആയിരുന്നു എൻ്റെ അവസ്ഥ.
രണ്ട് പ്രസവത്തിലും എനിക്ക് ഫിറ്റ്സ് വന്നായിരുന്നു. അപ്പോൾ മൂന്നാമതൊരു കുട്ടി പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നായിരുന്നു, അതെനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് മൂന്നാമത് കുഞ്ഞായി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഭയമായിരുന്നു. 2 പ്രാവശ്യം ഫിറ്റ്സ് വന്നതാണ്. മൂന്നാമത് എന്താവും, 2 സിസേറിയനായിരുന്നു. മൂന്നാമത് എന്താവുമെന്നുള്ളൊരു നല്ലൊരു ഭയം എന്നിലുണ്ടായിരുന്നു. ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് എൻ്റെ മൂന്നാമത് കുഞ്ഞുണ്ടായപ്പോൾ എൻ്റെ 3-ാം മാസം സ്കാനിങ്ങിൽ എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു, കാരണം കുഞ്ഞിനൊന്നും സംഭവിക്കരുത്, എനിക്ക് കുഞ്ഞിനെ വേണം, സിറ്റ്സ് അവിടെ നിന്നോട്ടെ, വലിയ പ്രശ്നമില്ലെങ്കിൽ അവിടെ നിന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ രണ്ടാമത് എന്നെ പിന്നെ സ്കാൻ ചെയ്യാൻ കയറിയപ്പോൾ ഞാൻ എൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത്. ഇന്നത്തെ സ്കാനിങ് പറയുമ്പോൾ എൻ്റെ വയറ്റിൽ സിസ്റ്റ് ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ വയറ്റിൽ പിന്നത്തെ സ്കാനിങ്ങിലെ സിസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ വർഷങ്ങളായിട്ട് 10 കൊല്ലത്തിന് മേളിലായിട്ട് എനിക്ക് സോറിയാസിസ് ആർത്രൈറ്റിസ് എന്ന രോഗം ഉണ്ടായിരുന്നു. ഭയങ്കര കഠിനമായ അവസ്ഥയായിരുന്നു. എൻ്റെ തലമുടി എനിക്ക് തല നിറച്ച് മുടിയായിരുന്നു. എൻ്റെ ശരീരം മുതൽ എൻ്റെ ശരീരം പുറം ഒരു കുഴി പോലെയായിരുന്നത്, നിറച്ചും തുള വീണ് ഒരു മനുഷ്യനടക്കില്ലാത്ത അതുപോലെ സ്മെല്ലായിരുന്നു എൻ്റെ ശരീരത്തിൽ മുഴുവനും. അന്ന് എന്നെ പൂർണ്ണമായി നോക്കിയത് എൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു. എന്നെ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുണ്ടായിരുന്നില്ല. ഒരു മരുന്ന് കഴിച്ചിട്ടും എൻ്റെ അസുഖം മാറുന്നുണ്ടായിരുന്നില്ല. മൂന്നാമതൊരു കുഞ്ഞായപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ അനസ്തേഷ്യ തരുന്ന ഭാഗത്താണ് ആ സിസ്റ്റിൻ്റെ ഇതിൻ്റെ സോറിയാസിസിൻ്റെ ഏറ്റവും വലിയ ഒരു പൊത്തെന്ന് പറയാം. അപ്പോൾ അതിലൂടെ അനസ്തേഷ്യ തരാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, കാരണം മൂന്നാമതും സിസേറിയൻ വേണം. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരം, ഇപ്പം ഞാൻ മാതാവിനെ ഇവിടെ വന്ന് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. മാതാവിനെ ഞാൻ ഒരു ദിവസം പോലും ജപമാല മുടക്കാണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ സിസേറിയൻ്റെ തലേദിവസം വരെ എനിക്ക് തീരെ വയ്യായിരുന്നു. മിക്ക ദിവസവും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. നന്നായി പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോ എനിക്ക് ഇന്നത്തെ ഇതിലെനിക്ക് സിസേറിയൻ തന്നെയാണ് എങ്കിൽ കൂടി ഇനി എനിക്കൊരു ഫിറ്റ്സ് വരരുത്. കാരണം എൻ്റെ സോറിയോസിസും ഭയങ്കരമായ കഠിനമായ അവസ്ഥയിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം എൻ്റെ പുറത്ത് തേച്ചു. പുറന്ന് പറയാനില്ല, അത്രത്തോളം വികൃതമായി ചോരയും പഴുപ്പും മാത്രം ഉണ്ടായിരുന്നു. രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങിയിരുന്നില്ല. പക്ഷെ ഞാൻ ഈ വേദന ആരോടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡിന് അറിയായിരുന്നു. എന്നാൽ ഇവരെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ചാരി ഇരുന്നിട്ടുണ്ട്. കാരണം എനിക്ക് കിടക്കാൻ പാടില്ല, കിടന്നു കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിച്ചാൽ പിന്നെ അത് ഊരിയെടുക്കാൻ പാടാ. രാത്രി പകൽ കുളിക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല നീറ്റലുണ്ടായിരുന്നു. എന്നാൽ കൂടി ഞാൻ എല്ലാവരുടെ മുമ്പിൽ ചിരിച്ച് കളിച്ച് എന്നെ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ആർക്കും അറിയില്ല ഇത്രയും വലിയ അസുഖം എനിക്കുണ്ടെന്ന്. പിന്നെ തലമുടി കൊഴിയാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് മാനസികമായിട്ട് ടെൻഷൻ കയറി തുടങ്ങി. കാരണം പുറത്തിറങ്ങാൻ പാടില്ലാത്ത അവസ്ഥ. എൻ്റെ നെറ്റിയോളം ഉണ്ടായിരുന്നു. ഈ സോറിയാസിസ് വന്ന് തലമുടിയിൽ മൊത്തം വ്രണമായിട്ട് തലയിൽ കൂടി ചോര ഒഴുകി തുടങ്ങിയ അവസ്ഥ വന്നു. അപ്പോഴും ഞാൻ ആരോടും പറഞ്ഞില്ല. പ്രാർത്ഥന കൂട്ടി തന്നെ ഇരിക്കുമ്പോഴേക്ക് ഇരുന്ന് കരയുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ കരയാൻ നിന്നിട്ടില്ല. ഞാൻ എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിന്നിരുന്നത്. അത് കഴിഞ്ഞ് ഈ ഉടമ്പടി തൈലം ഞാൻ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് ഞെട്ടി തൊടുമ്പോൾ ബാലൻസ് വന്നത് തലയിൽ തൊടുമായിരുന്നു. അങ്ങനെ തലമുടിയിലുണ്ടായിരുന്നതെല്ലാം എനിക്ക് പയ്യെ മാറി കിട്ടി. ഡോക്ടർ പറഞ്ഞു ഇനി അനസ്തേഷ്യ തന്നെങ്കിൽ പുറത്തുള്ള അത് മാറണമെന്ന് പറഞ്ഞു. പെട്ടെന്നൊന്നും മാറില്ല, സോറിയാസിസ് രോഗം ഒരിക്കലും പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പാടില്ല എന്നൊരു സകലമാന ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും സ്ഥിരമായിട്ട് എൻ്റെ പുറത്ത് തേച്ചു. എനിക്ക് പോലും അറിയാൻ പാടില്ല എപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ഒരു പാട് പോലും എൻ്റെ ശരീരത്തില്ല. കാരണം എനിക്ക് സോറിയാസിസിൻ്റെ ഏറ്റവും വലിയ അസുഖമായിരുന്നു. അത് ഏറ്റവും വലിയ സോറിയാസിസ് ആയിരുന്നു. കാരണം എല്ലായിടവും കുഴിയായിരുന്നു. ബ്ലഡ് മാത്രം എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സൊക്കെ പിന്നെ ഡ്രസ്സ് ഇടാൻ പാടില്ല, അതുപോലെ വ്രണമായിരുന്നു. 3 ദിവസം ആണ് എൻ്റെ ഓർമ്മയിലുള്ളൂ. പൂർണ്ണമായും സോറിയാസിസ് മാറ്റി തന്നു. പിന്നെ 2023 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. എൻ്റെ 10 വിരലും കയ്യിലെയും കാലിലെയും വളഞ്ഞതാണ് വിരലുകൾ. കാരണം വന്നതാണ്. നടക്കാൻ കൂടി എനിക്ക് വയ്യ. 2023 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. തിരിച്ചു വന്ന അന്ന് മാറിയതാണ് എൻ്റെ ആർത്രൈറ്റിസ്. പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. പിന്നീട് എൻ്റെ തലമുടി നിറച്ചും പോകുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പത്രം വിതരണം ചെയ്യും. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഫുഡ് കൊണ്ടു കൊടുക്കും. ഞങ്ങൾ 125 പേർക്കുള്ള ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി. ഞങ്ങൾ 5 ചേട്ടത്തി അനിയത്തിമാർ, എൻ്റെ ആങ്ങള,
എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും. എന്നോട് കൈ നീട്ടാൻ ഞാൻ അവസരം കൊടുക്കാറില്ല. എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കാറുണ്ട്. എനിക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ഫുഡ് കൊണ്ടു കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ. പിന്നെ സാമ്പത്തിക സഹായം എൻ്റെ കൈ കിട്ടുന്ന അനുസരിച്ചിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം വെച്ചാൽ പത്രം കൊടുക്കും, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കും, റോഡ് സൈഡിൽ കൊണ്ടു കൊടുക്കും, എനിക്ക് കാണുന്ന എല്ലാവർക്കും കൊടുക്കും. പിന്നെ എൻ്റെ അസുഖങ്ങൾ തന്നെ എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ കാണുന്ന എല്ലാവരോടും എനിക്ക് ഇത്രയും അസുഖമുണ്ടായിരുന്നു, ഞാൻ ഇത്രയും അവസ്ഥയിൽ നിന്ന് വന്ന ആളാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.